30-ാമത്തെ വയസ്സിലാണ് സഅദ് ബിൻ മുആദ് ഇസ്ലാം സ്വീകരിക്കുന്നത്. 30-ാമത്തെ വയസ്സിൽ മഹാനായ മിസ്അബ് റളിയല്ലാഹു മദീനയിലെത്തി ദഅവത്ത് തുടങ്ങുമ്പോ വിഷം പുരട്ടിയ കടാര പിറകിൽ വെച്ചിട്ട് മിസ്അബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സുന്ദരമായ സംസാരം കേട്ട് ഇസ്ലാം സ്വീകരിച്ചു. നേരെ പോകാണ് ബനു അശ്അൽ ഗോത്രത്തിലേക്ക്. തന്റെ ഗോത്രത്തിൽ ചെന്ന് ഓരോ വീടും കയറിയിറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. ആ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ദഅവത്ത് കൊണ്ട് തന്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിച്ചു കൊടുത്ത് ഇസ്ലാമക്ക് കൊണ്ടുവന്നു. അന്ന് ഒരാൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിക്കാതിരുന്നത്. ആ മനുഷ്യൻ പിന്നെ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉഹുദ് യുദ്ധം നടക്കുമ്പോ ഒരു ഉടുമുണ്ട് മാത്രം എടുത്ത് റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നേരെ ഉഹുദിലേക്ക് എടുത്തു ചാടി ശത്രുവിന്റെ വെട്ടേറ്റ് മരണപ്പെട്ടു. റസൂല് പറഞ്ഞു അമീല ഖലീൽ വനാല ഖസീർ. വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു റുക്കൂ പോലും ചെയ്തിട്ടില്ല, ഒരു പേജ് പോലും ഖുർആൻ പാരായണം ചെയ്തിട്ടില്ല. വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഒരുപാട് അവൻ നേടി. ആ മനുഷ്യനും പിന്നെ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് 30-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു, 35-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനിടയിൽ 5 നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ 5 വർഷങ്ങൾ കൊണ്ട് മഹാനായ സഅദ് ബിൻ മുആദിന് സാധിച്ചു. നമ്മളൊക്കെ എത്ര കാലായി അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്ത് ചെയ്തു ദീനിനു വേണ്ടി, എന്ത് ചെയ്തു അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. ബദർ ഇങ്ങനെ നടക്കാൻ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, ബദറിലേക്ക് പോകണോ? 3 ഇരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടില ബുദ്ധിയുള്ള കുശാഗ്ര ബുദ്ധിയുള്ള മക്കയിലെ മുശ്രിക്കീങ്ങളാണ്. അരച്ചു കൊടുത്താൽ വലിച്ചു കുടിക്കും, അത്രക്ക് ദേഷ്യമുണ്ട്. എന്ത് ചെയ്യണം? മഹാനായ സഅദ് ബിൻ മുആദ് എഴുന്നേറ്റിട്ട് പറയുന്നൊരു വാക്കുണ്ട് ചരിത്രത്തിൽ, റസൂലേ, അങ്ങൊരു സമുദ്രത്തിലേക്ക് ഊളിയിട്ടാൽ ഞങ്ങളും അങ്ങയുടെ പിറകെ ഊളിയിടും. അങ്ങൊരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയാൽ ഞങ്ങളും കയറും. മൂസ, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ പോലെ ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങളുടെ നാവിലൂടെ വരൂല റസൂലേ.